നമ്മുടെ ഈ പ്രിയ അമ്മച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞു. ഈ ദേഹത്തിൻ്റെ ഈ ലോകത്തെ വാസം വെടിഞ്ഞ് സ്വർഗീയ വാസത്തിലെത്തിയിരിക്കുന്നു. ഈ അമ്മച്ചിയുടെ ആത്മാവിന് എല്ലാം നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മച്ചിയുടെ ആത്മാവിനും ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും അളേമം ഗ്രാമപഞ്ചായത്തിൻ്റെയും എൻ്റെയും പേരിലുള്ള എല്ലാ അനുശോചനവും അറിയിച്ചുകൊള്ളുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ
ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള
ദീർഘം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ
അല്പം അപ്പം വിശപ്പിന്നു സ്വൽപ്പം വെള്ളം ദാഹിക്കൽ നേരം മാത്രം എന്റെ യാത്ര യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ സ്ഥലം ഹാവിശേഷം ഫലമെത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ നിത്യമായോർ വാസസ്ഥാനം എനിക്കുണ്ട് സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരോദീസായ ജീവവൃക്ഷത്തിൻ്റെ ഫലം എങ്കിലും മനസ്സിൽ മഴവില്ലുണ്ടാക്കി ഒരു വർണ്ണപ്രപഞ്ചം മഞ്ഞുതുള്ളി ചാടി മണ്ണിൽ ഒഴിച്ചു എങ്കിലും മനസ്സിൽ മഴവില്ല് ബാക്കി പ്രഭാതത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കറിയാമെന്നറിയില്ല. പക്ഷെ ഒരു പ്രായമുള്ളവർക്കൊക്കെ പ്രഭാതത്തിൽ വീടി പുറത്ത് കരകളിലൂടെ പിള്ളാവിൽ മഞ്ഞുതുള്ളികൾ കാണാനാകും. കുഞ്ഞുങ്ങളറിയുന്ന കാലത്തിലെ ഏറ്റവും സുന്ദരമായ ഭൂമികളിലൊന്നാണ് അത് വായിച്ചു ഉണയുക, കണ്ണീരിൽ തുരസുക. അതിൻ്റെ നന്മപ്പോ അതിൻ്റെ മാർദ്ദവത്വങ്ങളുണ്ട് സുഖം ഒരിക്കലും മറക്കാനാവാത്ത സുഖം. പക്ഷേ ഒരല്പം മാറുന്നത് മഞ്ഞുതുള്ളിയെ വീക്ഷിക്കുമ്പോൾ പ്രഭാതസൂര്യന്റെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് മഞ്ഞുതുള്ളിയിൽ ഒരു മഴവില്ല് കാണാനാകും. സൗമ്യമായ സുന്ദരമായ മഴവിൽ വെയിലുറക്കുമ്പോഴെല്ലാം മഞ്ഞുതുള്ളികളും മണ്ണിൽ ചാടി പൊളിക്കുകയാണ്. പക്ഷേ പ്രഭാതത്തിൽ കണ്ട മഴവിൽ മായാതെ മനസ്സിൽ നിൽക്കും. സൗമ്യവാര്യത്തിന്റെ സുന്ദരമായ മഴവിൽ ഈ പ്രിയമാതാവ് ഒരു നല്ല മഴവിലായി പ്രിയമക്കളിലൂടെ എല്ലാവരോടും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായി നിയമസഭയിൽ വീണ്ടും കാണാം. ആ നിത്യകരത്തുമുഖത്ത് പ്രിയമാതാവിനെ കാണുന്നതിന് എല്ലാവർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ട ഡേസിയാന്റെ മറവുമായി എല്ലാവരുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വന്ന പ്രിയപ്പെട്ട അമ്മച്ചിയെ കാണാനായിട്ട് സാധിച്ചു. വളരെ കണ്ടതാണെന്ന് പറയും.
ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിച്ചു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ കണ്ണീരിനെയും ഹൃദയത്തിൽ നന്ദിനെയും നീക്കിത്തരട്ടെ. ആഗ്രഹമില്ലാത്ത സമാധാനം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് പേരുള്ള അനുശോചനം ദൈവത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ സഹോദരൻ, പ്രിയപ്പെട്ട അച്ഛന്മാർ, പരേതയായ അമ്മച്ചിയുടെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഈ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ബഹുമാനപ്പെട്ട ജോ അച്ഛൻ, ഈ അമ്മച്ചിയുടെ സഹോദരൻ, അവർ കുടുംബമായി കാട്ടാക്കട പ്രദേശത്ത് കുളത്തപ്പൻ ഇമ്മാനുവൽ മർത്തോമ പള്ളിയുടെ അംഗങ്ങളായി ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. നല്ല നേതൃത്വം നൽകുന്നു. ആത്മീയമായ കാര്യങ്ങൾക്കും ഭൗമികമായ കാര്യങ്ങൾക്കും നല്ല നേതൃത്വം നൽകുന്ന ഒരു കുടുംബം. സാഹിത്യ സ്വഭാവവും ഇടപെടലും അതോടൊപ്പമുള്ള എല്ലാം മനസ്സിലാക്കുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ പുറകിലുള്ള ആത്മീയ അനുഭവങ്ങൾ പ്രകടമാകുന്നുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്രയും നല്ല പക്വമായ വിധത്തിലുള്ള ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഈ പരമ്പരമായ വളരെയധികം തണലുമായിരിക്കുന്നു. അപ്പോൾ ഈ പരേതയായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മ അത്രയ്ക്കും നല്ല ഒരു ആത്മീയ അനുഭവമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ലോകത്തിൽ എല്ലാവരും നഷ്ടവും ലാഭവും കണക്കാക്കി ലാഭം കൊല്ലാനായിട്ട് എല്ലാവരും വലുവറിയിരിക്കുന്നതായിട്ടുള്ള സമയമാണ്. നിദ്ര ആണ് മരണം എന്ന് പറയുന്നത്. മരണമായ രോഗം പിടിച്ചതായുള്ള ഒരു വിദ്യാർത്ഥി ഭവനത്തിൽ കഴിയുകയാണ്. ചികിത്സയും അധ്യാപകരും കൂട്ടുകാരും എല്ലാം സന്ദർശിക്കാനായിട്ട് എത്തുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഞാൻ മരിച്ചു പോകുന്നത്. അവരുടെ സംശയം, ആ സംശയം അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എന്താണ് അമ്മ മരണം? ഞാൻ മരിച്ചു പോകുമോ? മകളോട് മറുപടി പറയാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നില്ല. വാക്ക് കൂട്ടിപ്പോയി. എങ്കിലും ഉള്ളിലേക്ക് പ്രവേശിച്ച് അല്പസമയം മൗനമായി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത് വന്നു മോനോട് ചോദിച്ചു, മോനെ, നീ സ്കൂളിൽ പോയി കളിച്ച് ചിരിച്ച് തിരിച്ചു വരുന്ന കഴിച്ചും കഴിയാതെ എവിടെയെങ്കിലും കിടന്ന് ഓടുക. നീ ഉണരുമ്പോൾ നീ കിടന്നാണോ ഉണരുന്നത്? അല്ല, നീ കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്റെ പിതാവ് ശക്തമായ കരങ്ങളിലെടുത്ത് നീ കിടക്കേണ്ട സ്ഥാനത്ത് നിന്നെ എടുത്ത് ഉറങ്ങാനായിട്ട് കിടത്തുന്നു. അവിടെ നിന്നായിരിക്കും നീ പ്രഭാതത്തിൽ ഉണരുന്നത്. മരണം ഒരു നിദ്രയാണ്. അമ്മ ഉറങ്ങാനായിട്ട് പ്രവേശിച്ചിരിക്കുന്നു. ഉറങ്ങേണ്ടടുത്ത് ഉറങ്ങുന്നു, ഉണരും. സമയമാവുമ്പോൾ ഉണരും. നമുക്ക് കാണാനായിട്ട് നേരിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആ പ്രത്യാശയോടുകൂടിയാണ് അമ്മ നിദ്രയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പൗലോസ് പറയുന്ന വാക്കനുസരിച്ച് ജീവിതത്തിന്റെ നേട്ടം എന്ന് പറയുന്നത് മരണമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അതാണ് ലാഭം, അതാണ് നേട്ടം. ജന്മത്തെക്കാൾ ഏറ്റവും സന്തോഷകരവും ഏറ്റവും മഹത്തരവും ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഈ മരണം. അതുകൊണ്ട് ഈ മരണമെന്ന ഈ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ അമ്മ പ്രത്യാശയോടുകൂടെ ലക്ഷ്യം വെച്ച ആ സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു നടപ്പ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിത്തീരാൻ കൊണ്ടിടയാകേണ്ട ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് നിദ്ര ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്, ആശയ്ക്ക് വകയുണ്ട്. മരണം ബന്ധങ്ങൾ വിട്ടുപോകുന്നു, സാഹചര്യങ്ങളിൽ നിന്ന് അകലുന്നു, ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നു. നിദ്ര ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നില്ല, എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നു. ആ മന്ദിരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നു. പ്രിയപ്പെട്ടവരിൽ നേരത്തെ കേട്ടതോടെ ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ നിത്യമായ പ്രത്യാശയിലേക്ക് പ്രവേശിച്ച് ഉണരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്മയുടെ നിര്യാണത്തിൽ നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, സന്തോഷിക്കാം. ഈ പ്രത്യാശയിലേക്ക് നമ്മളെ എല്ലാവരെയും വഴി നടത്തട്ടെ.
ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കാട്ടാക്കട കുളത്തുമ്പൽ ഇമ്മാനുവൽ മർത്തോമ ഇടവയുടെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഇടവകയിലെ വൈസ് പ്രസ് ബഹുമാനപ്പെട്ട ജോണി പെൻസാർ ഈ സമയത്ത് റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൊണ്ടുവരാ ബന്ധകടവുകാർ ബഹുമാനപ്പെട്ട വിജി മാധ്യക്ഷൻ പ്രാർത്ഥിക്കും. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാ സമയത്തും ഞങ്ങൾക്ക് നിന്റെ തിരുമുൻപാകെ അടുത്ത് വരുവാൻ പുത്രത്തിൻ്റെ അവകാശം പദവി തന്നിരിക്കുന്ന ഓർത്ത സ്തോത്രം. ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസരങ്ങൾ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രയാസമൊക്കെ സമയത്തും ഞങ്ങൾക്ക് അടുത്ത് വരുവാനായിട്ടും ആശ്വാസവും സമാധാനം പ്രാപിക്കാനായിട്ടും നിൻ്റെ സന്നിധി മാത്രമേ ഉള്ളല്ലോ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സമയത്ത് ഞങ്ങൾ നിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി വിളിക്കുന്ന കർത്താവേ, നീ എന്ത് ഞങ്ങളോട് കൂടെയുള്ള ദൈവമാണ്, ലോകാവസാനത്തോളം കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും നീ ഞങ്ങളോട് കൂടെയുള്ള ദൈവമാണ്. കഷ്ടങ്ങൾ നീ ഏറ്റവും അടുത്ത തുണയാണ്. ഞങ്ങളുടെ ദുഃഖത്തിലൊക്കെ നീ ആശ്വാസദായകനായി ഞങ്ങളോട് കൂടെയുള്ള ദൈവമാണ്. കർത്താവേ, നിൻ്റെ കൃപയാണ് ഞങ്ങൾക്ക് ആവശ്യം. നിൻ്റെ കൃപ തന്ന് ഞങ്ങളെ ഓരോ ദിവസവും നീ വഴി നടത്തുന്നത് ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ലോക ജീവിതം ഞങ്ങളാരും തിരഞ്ഞെടുത്തല്ലോ കർത്താവേ, ഞങ്ങളുടെ ഹിതപ്രകാരമല്ലല്ലോ ഞങ്ങൾ ഈ ലോകത്തായിരിക്കുന്നത്. കർത്താവേ, നിനക്കിഷ്ടമാകുന്ന സമയത്ത് നീ ഞങ്ങളെ സൃഷ്ടിച്ച് ലോകത്തിലാക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പ്രവർത്തിക്കാനായിട്ടൊക്കെ അവസരം തരുന്നു. ഞങ്ങൾക്ക് കുടുംബീതമൊക്കെ അവിടെ തരുന്നു. കർത്താവേ, നിനക്കിഷ്ടമാകുന്ന സമയത്ത് നീ ഞങ്ങളെ ഓരോരുത്തരെയും തിരികെ വിളിച്ച് നിന്റെ മഹത്വ സന്നിധിയിൽ പ്രവേശിപ്പിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ആയുസ് ക്ഷണഭംഗരമാകുന്നവരോ, ഞങ്ങളുടെ ആയുസ് 70 സംവത്സരം ഏറെ 80 സംവത്സരം അതിൻ്റെ പ്രയാസം ദുഃഖം മാത്രമേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് നിന്റെ തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവേ. അതുകൊണ്ട് ഈ ലോകത്തിൽ നീ ഏറ്റവും നൽകുന്ന അനുഭവിഷ്കാരം കർത്താവേ, നിന്നോട് ഏറെ ജീവൻ നയിക്കാൻ നിൽക്കണം ഞങ്ങൾക്ക് ഇടയാക്കണമേ. നിനക്ക് വിധമായ ജീവൻ നയിക്കാൻ നിൽക്കണം ഞങ്ങൾക്ക് ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. നീ എപ്പോൾ വിളിച്ചാലും പ്രത്യാശയുള്ളവരായിട്ട് ഈ ലോകം കൊണ്ട് കടന്നു വരുവാൻ നിൽക്കണം. നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മരണം ഞങ്ങളുടെ ജീവിതത്തിലെ അന്ത്യമാണ്, ഒരു പുതിയ ജീവന്റെ പ്രവേശനമായിരുന്നു കർത്താവേ. വിശേഷമായ സമയത്ത് കർത്താവേ, നിനക്ക് തിരികമായ സമയത്ത് നീ സൃഷ്ടിച്ച് ലോകത്തിലാക്കി ഇത്രത്തോളം കാലം ഈ ലോകത്തെ ജീവിക്കാനായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം നൽകി തലമുറ കാണുവാനായിട്ട് ഭാഗ്യവും പദവിയൊക്കെ നൽകി നിനക്ക് തിരികമായ സമയത്ത് നീ വിളിച്ച് നിന്റെ വാർത്തസ്ഥനെ പ്രവേശിക്കുകയും ചെയ്ത ഈ പ്രിയദാസിക്കായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ ദാസിക്ക് ഭംഗിയോട് ആദ്യം നൽകിയത് ഓർത്ത് സ്തോത്രം, സമാധാനത്തിൽ നൽകിയത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ദുഃഖമൊന്നുമില്ലാത്ത വേദനയൊന്നുമില്ലാത്ത ആനന്ദകരമാണ് നിത്യമാണ് ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നിന്റെ ദാസിയെ വിളിച്ചെടുത്തതിനാൽ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിലെ വലിയ സന്തോഷം അനുഭവിക്കാനായിട്ടാണ് നിന്റെ ദാസിയെ വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദാസിയുടെ പിതാവിനോട് ഭാഗങ്ങൾ എല്ലാ സ്നേഹത്തിനായിട്ടും കരുതലായിട്ടും ലാഭനയ്ക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ദാസികൾ നല്ല മാതൃകളൊക്കെ പിൻപറ്റുവാൻ വെക്കണം. പ്രിയപ്പെട്ടവർക്ക് കർത്താവ് സഹായിക്കണമേ. കർത്താവ് ലോകത്തിലായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ഞങ്ങൾ നിന്റെ കാര്യത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് മനസ്സിലാണമേ, ഉയർത്തുന്ന സമാധാനം നൽകി അവരെ സമാധാനിക്കണമേ, ആശ്വസിപ്പിക്കണമേ. എപ്പോൾ തന്നോ എപ്പോൾ എടുത്തു എപ്പോൾ മാതൃത്വമായിട്ട് പറയുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ ചെറുപ്പത്തിനാൾ ഒന്നിച്ചു കാണാൻ വലിയ പ്രത്യാശമായിട്ടുള്ള പ്രത്യാശയും സന്തോഷവും സമാധാനവും പ്രാപിക്കാനാക്കണം. നീ ഓരോരുത്തരെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസിൽ കൂടെ കർത്താവയുടെ സഭയ്ക്ക് സമൂഹത്തിൽ ലഭിച്ച ശിശുക്കൾക്കായിട്ട് സേവനങ്ങൾക്കായിട്ടൊക്കെ നിന്നെ സ്തുതിക്കുന്ന കർത്താവിന്റെ ദാസി ഓർമ്മ വിശ്വാസം സമാധാനത്തോടെ ദാസികളെ യാത്ര ചെയ്യപ്പെട്ട ഓരോരുത്തരും യേശുക്രിസ്തു അപേക്ഷിക്കുന്ന കരുണമാരാകണമേ. ഒരു ആളുകളുടെ ദൂരെ നിന്നും അറിയിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്ത് അറിയിക്കണം. മൂത്താമകൾ ഡേസിയുടെ ബന്ധത്തിൽ ശ്രീദേവി മല്ലപ്പള്ളി, ഇത്രയും നേരം ചുരുക്കത്തിൽ ശ്രീദേവി മല്ലപ്പള്ളി
ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ